അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നോമ്പുമായി ബന്ധപ്പെടുത്തി മാസപ്പിറവി വിവാദങ്ങൾ എല്ലാ വർഷവും പതിവ് പോലെ ഉണ്ടാകാറുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഷഅബാൻ 29-ന് നിലാവ് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം റമദാൻ 1 ഷഅബാൻ 29-ന് നിലാവ് കണ്ടില്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കി അതിനുശേഷം വരുന്ന ദിവസം റമദാൻ 1 പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ നിലാവ് റമദാന്റെ വിഷയത്തിലും ഷവ്വാലിൻ്റെ വിഷയത്തിലും ദുൽഹജ്ജിൻ്റെ വിഷയത്തിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക എന്നുള്ളത് പ്രബലമായ ഒരു സുന്നത്താണ്. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, ല തസൂമു ഹത്താ തറൗൽ ഹിലാൽ, ഹിലാൽ കാണാതെ നിങ്ങൾ നോമ്പ് പിടിക്കരുത്. വല തുഫ്തിറു ഹത്താ തറൗഹു, ഹിലാൽ കാണാതെ നിങ്ങൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കരുത്. ഫൈനഹും അലൈക്കും ഫഖ്ദുറൂ ലഹു, നിങ്ങൾക്ക് മേഘാവൃതമായാൽ എണ്ണം നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ ഹിലാലിൻ്റെ വിഷയം വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹിലാൽ കാണാതെ നോമ്പ് പിടിക്കരുത്, ഹിലാൽ കാണാതെ പെരുന്നാൾ ആഘോഷിക്കരുത്, മേഘാവൃതമായാൽ 30 കണക്കാക്കണം. ലാ തുഖദ്ദിമു റമദാന ബിസ്സൗമി യൗമിൻ വലാ യൗമൈൻ, 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോമ്പ് പിടിച്ച് തുടങ്ങാനും പാടില്ല. ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫലയസുമുഹു, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർക്കാകാമെന്നല്ലാതെ. പതിവായി സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർക്ക് വേണമെങ്കിൽ വെള്ളിയാഴ്ചയാണ് നോമ്പെങ്കിൽ അവർക്ക് വ്യാഴാഴ്ചയിലെ സുന്നത്ത് നോമ്പ് പിടിക്കാം, അവർ പതിവായി പിടിക്കുന്നവരാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് ഒഴിവാക്കണമെന്നില്ല. അല്ലാത്തവർ 1-2 ദിവസം മുമ്പ് തന്നെ പിടിച്ചു തുടങ്ങേണ്ടതില്ല എന്നാണ്. ഇനി കൃത്യമായ സാക്ഷികൾ ഉണ്ടാവണം നിലാവ് കാണുന്നതിന്. ഹദീസിലുള്ളത് ഫൈൻ ഷഹിദ ഷാഹിദാനി, 2 സാക്ഷികൾ ഉണ്ടെങ്കിൽ ഫസൂമു വഅഫ്തിറു, പെരുന്നാൾ ആഘോഷിക്കാം, അതേപോലെ തന്നെ നോമ്പ് പിടിക്കാം എന്ന് കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മറ്റൊരു ഹദീസിലുള്ളത് തറ അന്നാസുൽ ഹിലാൽ, ജനങ്ങൾ ഒന്നടങ്കം ഹിലാൽ കണ്ടു. ഫറഅയ്തുഹു, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ഞാനും കണ്ടു. ഫഖ്ബറതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനോട് ഈ കാര്യം പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ തർക്കത്തിന് വിധേയമല്ലാത്തൊരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ, തർക്കം അവിടെ ഉണ്ടാകാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ആ വാദം പ്രവാചകൻ സ്വീകരിക്കുകയും അമറന സബിസ്യാമി, നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ റമളാന്റെ നോമ്പും ഷവ്വാലിന്റെ നോമ്പും ദുൽഹജ്ജ് അഥവാ സിക്കുലഹ എന്ന ഹദീസിലുണ്ട്. ഇത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണണം എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഓരോ ഭൂമിശാസ്ത്രപരമായി സൂര്യോദയ അസ്തമയ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇഖ്തിലാഫുൽ മത്വാലി എന്നാണ് അതിന് പറയുക. അത് പരിഗണിച്ച് ഓരോ നാടിനും അനുസൃതമായി ഹിലാലുകൾ കാണുക എന്നുള്ള രീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഏകദേശം 90% മുസ്ലിം സമൂഹവും സ്വീകരിക്കുന്ന നിലപാട്. ആ നിലപാട് തെറ്റായൊരു നിലപാടല്ല, അത് നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന പ്രാമാണികമായ നിലപാട് തന്നെയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പോയി നോമ്പും പെരുന്നാളും 2 ദിവസങ്ങളിലാക്കുന്നത് മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഹിലാല് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയോ കാണാത്ത പക്ഷം മാസം പൂർത്തീകരിക്കുകയോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് പിടിച്ച് തുടങ്ങാം. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.